പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്, അപ്രീഷിയേറ്റ്. പിന്നെ അടിപൊളിയാണ്. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ. എനിക്ക് സൗന്ദര്യം ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇനോഗ്രേഷൻസ് ഒക്കെ കാണുമ്പോ ഫുള്ള് ഹണി റോസ്. ഹണി റോസ് അല്ല, എന്തുകൊണ്ടാണ് ഹണി റോസാ നിറഞ്ഞിരിക്കണേ അല്ലേ? ഈ ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി. എന്താ പെണ്ണുങ്ങളെ മാത്രം ഹണി റോസിനെ മാത്രം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കണേ. അവർ ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടുപോകും. പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട്, ബോച്ചെ ഇന്നലെ രാത്രി ഹണി റോസ് താമസിച്ച ഹോട്ടലാണോ താമസിച്ചേ? സഹോദരി, എന്റെ കടയിലേക്ക് വാ. നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ട്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? സംശയമൊന്നുമില്ലല്ലോ. പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലാരും ഇപ്പൊ കേട്ടോണ്ട് വന്ന എന്താ വിചാരിക്കാം? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.